നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ക്വസ്റ്റ്യൻ നമ്പർ 13 ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The following is the capital structure of RBT Limited as on 31st March 2023. 2023 ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. അതായത് ഏതൊക്കെ ഇക്വിറ്റി ആണോ, റീറ്റെയിൻഡ് ഏർണിങ്സ് എത്രയുണ്ട്, പ്രിഫറൻസ് ഷെയർ എത്രയുണ്ട്, റിബൻസേഴ്സ് എത്രയുണ്ട്, അതിനാണെന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതാണെന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ അറ്റ് ₹10 ഈച്ച്, 50 lakh ബുക്ക് വാല്യൂ ഉണ്ട്, മാർക്കറ്റ് വാല്യൂ 1 crore 5 lakh ഉണ്ട്, റീറ്റെയിൻ ഏർണിങ്സ് 13 lakh ഉണ്ട്. ഇവിടെ റീറ്റെയിൻ ഏർണിങ്സിന് വാല്യൂ ഇല്ല. അപ്പോൾ ഇതെന്താ റീറ്റെയിൻ ഏർണിങ്സിന് ഇവിടെ വാല്യൂ കൊടുക്കാത്തത്? കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, നമ്മളുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല. റീറ്റെയിൻഡ് ഏർണിങ്സ് പ്ലസ് ഇക്വിറ്റി രണ്ടിനും കൂടിയാണ് എന്ത് റീറ്റെയിൻഡ് ഏർണിങ്സ് പ്ലസ് ഇക്വിറ്റി രണ്ടിൻ്റെയും കൂടി മാർക്കറ്റ് വാല്യൂ ആണ് എന്ത് നമ്മളുടെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന വാല്യൂ എന്ന് പറയുന്നത്. റീറ്റെയിൻഡ് ഏർണിങ്സും അതുപോലെ തന്നെ ഇക്വിറ്റിയും കൂടിയുള്ള വാല്യൂ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതായത് ഇക്വിറ്റിയുടെ മാത്രം മാർക്കറ്റ് വാല്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാനും വല്ല വഴിയുണ്ടാവോ? അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ശരിക്കും അതിനൊരു വഴിയുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ഇപ്പം എത്രയാണ് 50 lakh ആണ് എന്ത് ഇക്വിറ്റി ഷെയറിന്റെ ബുക്ക് വാല്യൂ ഉള്ളത്. അതുപോലെ തന്നെ റീറ്റെയിൻ ഏർണിങ്സിൻ്റെ 30 lakh ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടലായിട്ട് 63 lakhs ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഇക്വിറ്റിയുടെ മാത്രം അറിയണമെന്നുണ്ടെങ്കിൽ 1 crore 5 lakh ഇൻറ്റു 50/63 ചെയ്താൽ എന്ത് കിട്ടും? നമുക്കിതിൻ്റെ വാല്യൂ കിട്ടും. അപ്പം 83 lakh 333 എന്ന് വരും. അതുപോലെ തന്നെ റീറ്റെയിൻ ഏർണിങ്സ് ആകുമ്പോൾ 1 crore 5 lakh ഇൻറ്റു 50ക്ക് പകരം 30 ആണുള്ളത്. 13/63 വരുമ്പോൾ 21,666,667 വരും. അപ്പം എങ്ങനെയാണ് എന്ത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ മാർക്കറ്റ് വാല്യൂ എന്താണ്? ടോട്ടലിനുള്ളതാണ്. അപ്പോൾ ഇനി 11% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അറ്റ് ₹100 ഈച്ച്, 7 lakh. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 9 lakh ആണ്. അതുപോലെ തന്നെ 14% ഡിബഞ്ചേഴ്സിൻ്റെ 30 lakh, അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 36 lakhs ആണ്. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ₹40 per share. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി എത്രയാണ്? ₹40 ആണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഓഫ് ₹4 per share which is expected to grow at 8% every year. ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ₹4 ആണ്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് 8% every year. ഇൻകം ടാക്സ് ആപ്ലിക്കബിൾ 40%, ഷെയർ ഹോൾഡേഴ്സ് പേഴ്സണൽ ടാക്സ് 20%. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഈച്ച് സോഴ്സ് ഓഫ് ഫണ്ട്. അതായത് ഇക്വിറ്റിയുടെ കണ്ടുപിടിക്കണം, റീറ്റെയിൻ ഏർണിങ്സിന്റെ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറിന്റെ കണ്ടുപിടിക്കണം, ഡിബഞ്ചേഴ്സിന്റെ കണ്ടുപിടിക്കണം. ഇതിന്റെ എല്ലാത്തിന്റെയും ഓരോന്നിന്റെ കോസ്റ്റുകൾ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓൺ ദ ബേസിസ് ഓഫ് ബേസിക് വാല്യൂ ആൻഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ്. അതായത് ഒന്ന് ബേസിക് വാല്യൂ, അതായത് നമ്മുടെ ബുക്ക് വാല്യൂവിന്റെ ബേസിൽ നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തായിട്ട് മാർക്കറ്റ് വാല്യൂവിന്റെ ബേസിൽ കണ്ടുപിടിക്കാം. ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിന്റെ ബേസിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെയ്താൽ, ഈ ഫണ്ട്സിന്റെ ഇതൊന്നല്ല, അതിൻ്റെ താഴെ തന്നിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ₹40. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ അല്ലെങ്കിൽ P0 ₹40 ആണ്.
ഡിവിഡൻഡ് ഇത് D1 ആണോ D0 ആണോ? ഇത് D1 ആണ് വരിക. അതായത് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ₹4 എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കറണ്ട് ഡിവിഡൻഡ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഡിക്ലെയർ ചെയ്ത് ഇപ്പൊ പേ ചെയ്ത ഡിവിഡൻഡിനാണ് കറണ്ട് ഡിവിഡൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ ഇയർ എൻഡിലേക്ക് വരുന്ന ഡിവിഡൻഡ് ആണ് എന്ത്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഡിവിഡൻഡിന്റെ കോൺസെപ്റ്റ് ഒക്കെ. അപ്പം ഇയർ എൻഡിലേക്ക് വരുന്ന ഡിവിഡൻഡ് ആണ് എന്ത്, D1. അതായത് ആ ഡിവിഡൻഡ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ് ഇയർ എൻഡിൽ വരുന്ന ഡിവിഡൻഡ് ആയിരിക്കും. അപ്പം ആ ഡിവിഡൻഡ് എന്താണ്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ ഇയർ എൻഡിലെ ഡിവിഡൻഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് ഡിവിഡൻഡിന്റെ എഴുതാം. ഡിവിഡൻഡ് എന്തായിട്ടാണ് ഇരിക്കേണ്ടത് ക്വസ്റ്റ്യൻസിൽ. ഇപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറയാണ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഇയർ എൻഡ് ഡിവിഡൻഡ് നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് ഡിവിഡൻഡ് പേയബിൾ. ഈ എല്ലാ കേസിലും നമ്മൾ ഡിവിഡൻഡിന് എന്തായിട്ട് എടുക്കുക, D1 ആയിട്ട് എടുക്കുക. എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന എക്സ്പെക്ട് ചെയ്യാവുന്ന ഡിവിഡൻഡ്. ഇയർ എൻഡ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇയർ എൻഡ് ആയിട്ടുള്ള. നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇയറിൽ ഇപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഇനി അടുത്ത ഇയറിലാണ് എന്ത് നമ്മളുടെ ഡിവിഡൻഡ് കിട്ടാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ. അപ്പൊ ആ ഡിവിഡൻഡ് നെക്സ്റ്റ് ഇയറിൽ ഡിവിഡൻഡ് പേയബിൾ എന്ന് പറയുമ്പം പേ ചെയ്തിട്ടില്ല, പേ ചെയ്യാനുള്ളതാണ്. ഡിവിഡൻഡ് പേയബിൾ ആയിട്ട് ഇനി വരാൻ പോകുന്നതാണ്. ഇത് ഡിവിഡൻഡ് പേയബിൾ കറണ്ട് ഇയർ എന്ന് പറയുകയാണെങ്കിൽ അത് കറണ്ട് ഇയർ ആയിരിക്കും കേട്ടോ. ഇത് ഡിവിഡൻഡ് വെറും ഡിവിഡൻഡ് പേയബിൾ എന്നാണെങ്കിൽ നമ്മൾ D1 ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ കേസിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഡിവിഡൻഡ് ടേക്കൺ ആസ് D1 നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ കേസിലും ഈ കേസിൽ എഴുതിക്കൊള്ളണമെന്നില്ല, എന്നാലും ഈ കേസിലൊന്ന് എഴുതാൻ ശ്രമിക്കുക. വെറും ഡിവിഡൻഡ് പേയബിൾ എന്ന് മാത്രമാണെങ്കിൽ. ഡിവിഡൻഡ് പേയബിൾ നെക്സ്റ്റ് ഇയർ എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, കാരണം അത് D1 തന്നെ ആയിരിക്കും. ഇനി D0ന്റെ കേസ് നോക്കാം. കറണ്ട് ഇയർ ഡിവിഡൻഡ് വെറും ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് തരികയാണെങ്കിൽ അതും അതുപോലെ തന്നെ ഡിവിഡൻഡ് പെയ്ഡ്, ഇങ്ങനത്തെ കേസൊക്കെ. ഈ കേസിലൊക്കെ എന്താണ് D0 ആയിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് വേറൊരു കേസ് വരികയാണ്, അതർ കേസ്. ഇതല്ലാത്തൊരു കേസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് അത് വെച്ചിട്ട് എടുക്കുക. ഇപ്പം നെക്സ്റ്റ് ഇയറിലേക്ക് അല്ലെങ്കിൽ ഇയർ എൻഡിലേക്ക് വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പറയുന്നതെങ്കിൽ D1 ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇപ്പം തന്നെ പേ ചെയ്ത പോലെ ആണെന്നുണ്ടെങ്കിൽ D0 ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ അതർ കേസിൽ എന്ത് ചെയ്യുക, നോട്ട് കൊടുക്കുക. നോട്ട് മസ്റ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ഏതാ എടുത്തതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പം എന്താവും, കാൽക്കുലേഷൻ ഒക്കെ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഡിവിഡൻഡ് ₹4, ഗ്രോത്ത് 8%,
ടാക്സ് 40, പേഴ്സണൽ ടാക്സ് 20, എത്രയല്ല ഉള്ളത്. പിന്നെ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് തുടങ്ങാം. ഫസ്റ്റ് കേസ് എന്താണ്, നമുക്ക് കെ ഇ കണ്ടുപിടിക്കാം അല്ലേ. ഫസ്റ്റ് കേസിൽ കെ ഇ എത്ര നോക്കാം. കെ ഇ ഈസ് ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ P0 പ്ലസ്, ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും പറയുന്നില്ലെങ്കിൽ. അപ്പം D1 എത്രയാണ് ഇവിടെ, ₹4 ആണ്. 4 ഡിവൈഡഡ് ബൈ P0 40 ആണ്, പ്ലസ് 8% ഈക്വൽ ടു 10% പ്ലസ് 8% ഈക്വൽ ടു 18% ആണ് എന്ത് കെ ഇ വരുന്നത്. ഇനി കെ ആർ ഇ ആണ്. കെ ആർ ഇന്റെ ഇക്വേഷൻ എന്താണ്, കെ ഇ ഇൻറ്റു 1 മൈനസ് എക്സയും 1 മൈനസ് ബ്രോക്കറേജ്. ഇവിടെ ബ്രോക്കറേജ് ഒന്നും ഇല്ല. അപ്പം എന്താണ്, കെ ഇ ഇൻറ്റു 1 മൈനസ് പേഴ്സണൽ ടാക്സ് ഈക്വൽ ടു കെ ഇ എത്രയാണ്, 18% ആണ്, ഇൻറ്റു 1 മൈനസ് പേഴ്സണൽ ടാക്സ് എന്ന് പറയുമ്പം 1 മൈനസ് 0.2, 20% ആണ് എന്ത് പേഴ്സണൽ ടാക്സ് വരുന്നത്. 20% എന്ന് പറഞ്ഞാൽ എന്താണ്, 0.2 ആണ്. അപ്പോൾ 1 മൈനസ് 0.2 18%, 18 ഇൻറ്റു 80%, നമുക്ക് എത്ര കിട്ടും, 14.4% എന്ന് കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്, കെ ഇ കണ്ടുപിടിച്ചു, കെ ആർ ഇ കണ്ടുപിടിച്ചു, നെക്സ്റ്റ് കെ പി കണ്ടുപിടിക്കും. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, എൻ്റെ ഇൻഫർമേഷൻ അവിടെ എന്താണെന്നുള്ളത് 11% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, 11% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പം 11% എന്ന് തന്നാൽ ഈ 11% ഇത് ഓൾറെഡി ആഫ്റ്റർ ടാക്സ് ആണ്. ഓൾറെഡി ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ് എന്ത് പ്രിഫറൻസ് ഷെയർ 11% തന്നിട്ടുണ്ടെങ്കിൽ. ഞാൻ പ്രിഫറൻസ് ഷെയറിന്റെ ക്വസ്റ്റ്യനിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. കെ പിയിൽ എത്രയാണ്, 11% ഓൾറെഡി തന്നതിനെ കൊണ്ട് അതന്നെ നമുക്ക് എടുത്താൽ മതി. ഇനി വേറെ നെറ്റ് പ്രൊസീഡ്സിൽ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ, അപ്പം അതിനെ കൊണ്ട് നമുക്ക് നേരെ 11% തന്നെ കോസ്റ്റ് ആയിട്ട് എടുക്കാം. ഇതെല്ലാം നമ്മൾ ഇപ്പം ഇത് 2 കേസിൽ നമ്മൾ ചെയ്യണം. കാരണം നമ്മൾ 2 കേസിൽ ചെയ്യണം എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് വാല്യൂ ബേസിലും നമ്മളോട് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ബേസിക് വാല്യൂ അതായത് ബുക്ക് വാല്യൂയുടെ ബേസിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിൽ 2 കൊടുത്തിട്ട്, അതായത് നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് 2, ഒന്ന് ബുക്ക് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം, അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം. കാരണം അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബേസിൽ ചെയ്യുമ്പോഴാണ് എന്ത് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുക. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇത് ഓൾറെഡി ഈ കെ ഇ എന്ന് പറയുന്നത് ഓൾറെഡി മാർക്കറ്റ് വാല്യൂ ബേസിൽ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് ഇതിൽ വിഷയമല്ല, കാരണം ഇതും കെ ഇയും കെ ആർ ഇയും നമ്മൾ ഓൾറെഡി മാർക്കറ്റ് വാല്യൂ ബേസിൽ എടുക്കുന്ന ഐറ്റമാണ്. അപ്പോൾ അതിനെ കൊണ്ട് നമ്മൾ ബുക്ക് വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ ഓഫ് ഷെയർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മാർക്കറ്റ് വാല്യൂ ആണ് സാധാരണ കൺസിഡർ ചെയ്യൽ ബുക്ക് വാല്യൂ എടുക്കുമ്പോഴും. അപ്പം ഈ കെ ഇൻ്റെ കേസിലും കെ ആറിൻ്റെ കേസിലും എന്തില്ല, ബുക്ക് വാല്യൂ നമ്മൾ നേരെ മാർക്കറ്റ് വാല്യൂ തന്നെ കൊടുത്താൽ മതി. മാർക്കറ്റ് വാല്യൂ തന്നെയാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ഇത് P0 ആണല്ലോ, ഇത് മാർക്കറ്റ് വാല്യൂ അല്ലേ, അല്ലാതെ നമ്മളെ നെറ്റ് പ്രൊസീഡ്സ് അല്ലല്ലോ. നെറ്റ് പ്രൊസീഡ്സ് നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് അല്ല. കാരണം ഇത് കെ നമ്മൾ ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പം അയാൾക്ക് വരുന്ന കോസ്റ്റ് എന്താണ്, മാർക്കറ്റ് വാല്യൂ ആണ്. അപ്പം മാർക്കറ്റ് വാല്യൂ എടുത്താൽ മതി. അപ്പം ഇനി നമ്മൾ ഈ മാർക്കറ്റ് വാല്യൂ എടുത്തിട്ട് നമ്മൾ ബുക്ക് വാല്യൂവിനെ കൊണ്ട് ബുക്ക് വാല്യൂ വെയ്റ്റ്സ് വെച്ചിട്ട് ചെയ്താലും മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് വെച്ചിട്ട് ചെയ്താലും നമുക്ക് ഈ ഒരു കെ ഇ വെച്ചിട്ട് തന്നെ ചെയ്യാം. അതായത് മാർക്കറ്റ് വാല്യൂ ഡിനോമിനേറ്ററിൽ വരുന്ന കെ ഇ വെച്ചിട്ട് തന്നെ ചെയ്യാം.
അല്ലാതെ ബുക്ക് വാല്യൂ വരുന്ന കെ ആക്കി മാറ്റേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ബട്ട് അതുപോലെയല്ല എന്ത് നമ്മുടെ പ്രിഫറൻസ് ഷെയറും അതുപോലെ തന്നെ ഡെപ്റ്റും വരുന്നത്. അതിന് രണ്ടിനും എന്തുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് ആകുമ്പോൾ നമ്മൾ വെയ്റ്റ്സ് മാറ്റേണ്ടി വരും. ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി കെ പി സികളുടെ 11% ആണ് എന്ത് ഓൾറെഡി ആഫ്റ്റർ ടാക്സ് ബേസ്ഡ് ഓൺ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിൽ എന്താണ് കെ പി 11% എന്നാണ്. ഈ മാർക്കറ്റ് വാല്യൂവിൽ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ? എന്താണ് കെപിന്റെ ഇക്വേഷൻ? പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഈക്വൽ ടു പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ്? 11% ആണ്. എത്രയാണ് ഇതിന്റെ ബുക്ക് വാല്യൂ? ബുക്ക് വാല്യൂവിന്റെ മുകളിലാണ് അല്ലെങ്കിൽ ഫേസ് വാല്യൂവിന്റെ മുകളിലാണ് എന്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ 7 lakh ആണ് എന്ത് നമ്മളുടെ ബുക്ക് വാല്യൂ വരുന്നത്. അപ്പോൾ 7 lakhന്റെ മുകളിൽ 11%, 7 lakh into 11% 77,000 വരും. 77,000 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് എന്തായിട്ട് എടുക്കണം? 7 lakh ആണ് ശരിക്കും നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് കിട്ടിയത്. ബട്ട് മാർക്കറ്റ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നമ്മളുടെ കോസ്റ്റ് എത്ര വരുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് നമ്മൾ മാർക്കറ്റ് വാല്യൂ ബേസിൽ നോക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്? മാർക്കറ്റ് വാല്യൂ നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് മാർക്കറ്റ് വാല്യൂവിന് കൊടുക്കുക. മാർക്കറ്റ് വാല്യൂ എത്രയാണ് ഇവിടെ ഉള്ളത്? 9 lakh ആണ് മാർക്കറ്റ് വാല്യൂ. സോ 9 lakh മാർക്കറ്റ് വാല്യൂ ആയിട്ട് കൊടുത്താൽ 8.55% എന്ന് വരും. മാർക്കറ്റ് വാല്യൂ ബേസിൽ കെ പി കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അല്ലാത്ത കേസിലും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെ ഡി. കെ ഡി എത്രയാണ്? കെ ഡി ഓൾറെഡി നമുക്ക് ബുക്ക് വാല്യൂവിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 30 lakh 14% ആണ്. 36 lakh ആണ് മാർക്കറ്റ് വാല്യൂ. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ബുക്ക് വാല്യൂ ബേസിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ബുക്ക് വാല്യൂ ബേസിൽ ചെയ്യുമ്പം പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ നേരെ അത് തന്നെ ആയിരിക്കും എന്ത് എത്ര പെർസെൻറ്റേജ് ആണോ നമുക്ക് കോസ്റ്റ് ആയിട്ട് വരുന്നത് അത് തന്നെ ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറും അത് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം ഈ കേസിൽ അതുപോലെ തന്നെ ഡെപ്റ്റിന്റെ കേസിൽ എന്തായിരിക്കും? അത് നേരെ ആഫ്റ്റർ ടാക്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എത്രയാണ് ഇവിടെ വരുന്നത്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ല, എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്? 14% ആണ്. 14% നമ്മൾ ആഫ്റ്റർ ടാക്സിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പം -0.4 1 minus 0.4 40 into 60% is equal to 8.4% ആണെങ്കിൽ നമ്മളെ കെ ഡി വരുന്നത് ബുക്ക് വാല്യൂ ബേസിൽ. ഈ മാർക്കറ്റ് വാല്യൂ ബേസിൽ നോക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇക്വേഷൻ ചെയ്ത ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. ഇൻട്രസ്റ്റ് എത്രയാണ്? 14% ആണ്. 14% ഓഫ് 30 lakh. into 14% into 1 minus 0.4 ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് നമ്മൾ മാർക്കറ്റ് വാല്യൂവിന് എടുക്കുക. മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 36 lakh ആണ്. സോ 30 lakh into 40% into 60% divided by 36 lakh is equal to
7% എന്ന് വരും. ഇപ്പൊ നമുക്ക് എല്ലാ കോസ്റ്റുകളും കിട്ടി. അപ്പം ഈ രണ്ട് കേസ് പ്രിഫറൻസ് ഷെയറിന്റെയും അതുപോലെ തന്നെ ഡെപ്റ്റിന്റെയും കേസിൽ നമ്മൾ എന്തുകൊണ്ട് മാർക്കറ്റ് വാല്യൂ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റാണ്. അതായത് ഇത് നമ്മൾ സാധാരണ ഇത് നമ്മൾ നമ്മളോട് വിട്ടുപോകും. കാരണം ഈ മാർക്കറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ മറന്നുപോയാൽ ആൻസർ തെറ്റിപ്പോകും. കാരണം മാർക്കറ്റ് വാല്യൂയിൽ നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് വാല്യൂ ബേസിൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ മൾട്ടിപ്പിളിനെ കൊണ്ടാണ്, അതായത് മാർക്കറ്റ് വാല്യൂവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എന്തിനെ കൊണ്ടാണ്, കോസ്റ്റിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആകെ തെറ്റിപ്പോവും. ബുക്ക് വാല്യൂവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബുക്ക് വാല്യൂവിനെ കൊണ്ട് കിട്ടിയ ഈ 11% കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തെറ്റും. അപ്പം ഈ കാര്യം എന്തായാലും നിങ്ങൾ നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക. കാരണം ഈ മാർക്കറ്റ് വാല്യൂ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിലും അതുപോലെ തന്നെ ഡെപ്റ്റിൻ്റെ കേസിലും നമ്മൾ നോക്കണം. കാരണം അല്ലാത്ത കെയിൻ്റെയും കെയറിൻ്റെയും കേസിൽ അത് രണ്ടും എന്താണ്, ഓൾറെഡി നമ്മൾ മാർക്കറ്റ് വാല്യൂ ബേസിലാണ്, ബുക്ക് വാല്യൂവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. അപ്പം ഇനി പിന്നെ നമ്മൾ മാർക്കറ്റ് വാല്യൂവിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി അത് മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസ് ചെയ്തതാണ്. അപ്പം അതിനെക്കൊണ്ട് ഇനി നമുക്ക് പിന്നെയും കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ആ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങൾ എന്താ മനസ്സിൽ ഓർത്ത് വെക്കുക. അപ്പം ഇനി നമ്മൾ ഓരോ കോസ്റ്റ് എന്ത് ചെയ്യുക, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. KP എത്രയാണ്, 11%. ബുക്ക് വാല്യൂ ബേസിൽ എത്രയാണ്, പർട്ടിക്കുലർ KP 11% ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ബേസിൽ 8.55% ആണ്. KE 18%, രണ്ടിലും 18% ആണ്. KD 8.47%. KR 14.4. Alternatively, split weights can be calculated accordingly for the cost of capital of retained earnings. ഇത് നമ്മൾ ആദ്യം ചെയ്ത കാര്യമാണ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. KO or KWACC, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം തന്നെ KE, KRE, KP, KD എല്ലാം എത്രയാണ്, ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ്. KE ബുക്ക് വാല്യൂ ബേസിൽ 18% ആണ്. KRE എത്രയാണ്, 14.4% ആണ്. നിങ്ങൾ എക്സാമിന് ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ട് എഴുതണമെന്നൊന്നുമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം, KE 18% ഇൻറ്റു അതിൻ്റെ വെയിറ്റ് എത്രയാണ്, ബുക്ക് വാല്യൂ ബേസിൽ എടുക്കുമ്പോൾ വെയിറ്റ് എത്രയാണ് വരുന്നത്, 50 lakh. അങ്ങനെ വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ടൈം ഇല്ലെങ്കിലാണ് പറയുന്നത്. ഇനി KP 11%, KRE KD 8.4%. വെയ്റ്റ്സ് എത്രയാണ്, ഇത് 50 lakh ആണ്, ഇത് 13 lakh ആണ്, ഇത് 7 lakh ആണ്. അതുപോലെ തന്നെ ഇത് എത്രയാണ്, KD 30 lakh ആണ്. ടോട്ടൽ എത്ര ഉണ്ട്, 1 crore ഉണ്ട് ടോട്ടൽ. $50, $30,
C3 C3 7 70 70 30 1 crore. 1 crore ഉള്ളതിനെ കൊണ്ട് നമുക്ക് നേരെ ഇത് പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജ് എന്ന് കൊടുക്കുക. 50%, 30%, 7%, 30%. അപ്പം ഇനി എന്ത് ചെയ്യാം, കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കൊണ്ട് എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് മൾട്ടിപ്ലൈ ചെയ്യുക. പ്രൊഡക്റ്റ് ഓർ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കൊടുക്കുക. 80 into 50%, 9% plus 14.4 into 13%, 1.872, 11 into 10%, 0.77, 8.4 into 30%, 2.52, 9 plus 1.872 plus 0.77 plus 2.52. നമുക്ക് എത്ര കിട്ടും ആൻസർ? 14.162 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് 14.16 എന്ന് കിട്ടും. എന്ത്, നമ്മൾ ബുക്ക് വാല്യൂ ബേസിൽ ചെയ്യുമ്പം. ഇനി നമ്മൾ മാർക്കറ്റ് വാല്യൂ ബേസിലേക്ക് ചെയ്യുമ്പം നോക്കാം. മാർക്കറ്റ് വാല്യൂ ബേസിലേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ വെയിറ്റ് എത്രയാണ്, വെയിറ്റ് ഇതിന് കെയ്ക്കും ക്യാരിക്കും കൂടി 1 crore 5 lakh ആണ് വരുന്നത്. അപ്പം അതിന് ഞാൻ ഓൾറെഡി മുകളിൽ തന്നെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. 83, 33, 333 എന്ന് വരും. അതുപോലെ തന്നെ ക്യാറിൻ്റെ 21,666. ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ എത്രയാണ്? 36 lakhs ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ എത്രയാണ്? 9 lakh ആണ്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ വെയ്റ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം കോസ്റ്റ് ഏതാണ് എടുക്കേണ്ടത്? മാർക്കറ്റ് വാല്യൂയിലുള്ള കോസ്റ്റുകൾ എടുക്കണം. KPക്ക് 8.55, KPക്ക് 8.55%. അതുപോലെ തന്നെ KDക്ക് എത്രയാണ്? 7%. KRക്ക് 14.4 തന്നെയാണ്. അതുപോലെ തന്നെ KEക്ക് 18% തന്നെയാണ്. ഇനി നമ്മൾ ഒന്നെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ $1 crore 50 വരും ടോട്ടല്. അതിനെ നമുക്ക് വെയ്റ്റ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. 18% 833 into
plus 2166 7 4 2166 into 14.4%. Into 9 lakh into 8.8. Two 140 950 divided by 1 crore 3 lakh is equal to 14.273 എന്ന് വരും. KO is equal to 2140 750 divided by 1 crore 50 lakh is equal to 14.273% എന്ന് പറയും. അപ്പം ഇങ്ങനെയാണ് എന്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പം ഈ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് അത് കെയും KRയും രണ്ടിൻ്റെയും കൂടി മാർക്കറ്റ് വാല്യൂ ആണ്. അതായത് ഇക്വിറ്റിയുടെയും റീറ്റെയിൻ ഏർണിങ്സിൻ്റെയും കൂടി മാർക്കറ്റ് വാല്യൂ ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിൻ്റെ ബുക്ക് വാല്യൂവിൻ്റെ പ്രൊപ്പോർഷനിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാനെങ്ങനെ കൺവേർട്ട് ചെയ്താൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ് എന്ത് ബുക്ക് വാല്യൂ എത്ര ആയിരുന്നു ഉണ്ടായിരുന്നത്, 50 lakhും 13 lakhും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ടോട്ടൽ 63 lakh ഉണ്ട്. അപ്പം 1 crore 5 lakh ഇൻറ്റു 1 crore 5 lakh ഇൻറ്റു എത്രയാണ് വെയിറ്റ് 50 divided by 63 ചെയ്തിട്ടാണ് എന്ത് കിട്ടിയത്, കെ കിട്ടിയത്. അതുപോലെ തന്നെ KR 13 divided by 63 ചെയ്തിട്ട് ഇപ്പോൾ റേഷ്യോയിൽ കൺവേർട്ട് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് കിട്ടും. അപ്പം ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീ വർക്കൗട്ട് ചെയ്യുക, എക്സാമിൻ്റെ മുന്നേ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്.